നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മുഖ്യ ആസൂത്രക 13 വയസ്സ് മാത്രം പ്രായമുള്ള 8ാം ക്ലാസ്സുകാരി, ഒപ്പം 17കാരനായ കാമുകനും സമപ്രായക്കാരായ കൂട്ടുകാരും. 13കാരിയുടെ നിർദ്ദേശാനുസരണം കൊലപാതകവും കവർച്ചയും നടത്തിയത് കൗമാരക്കാരായ പ്രതികളാണ്. വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയം നോക്കി ഇവരെ വിളിച്ചു വരുത്തുന്നു. പണവും സ്വർണവും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. ഈ സമയം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. കാമുകനും കൂട്ടുകാരും ചേർന്ന് സ്വന്തം അപ്പൂപ്പനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിൻ്റെ ദൃശ്യങ്ങൾ വീഡിയോ കോളിലൂടെ കണ്ട് ഉറപ്പുവരുത്തുന്നു. കൂസലില്ലാതെ അപ്പൂപ്പൻ മരിച്ചു കിടക്കുന്ന വിവരം നാട്ടുകാരെ അറിയിക്കുന്നു. മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗവും വീട്ടിൽ വൈകി എത്തുന്നതും ചോദ്യം ചെയ്തതാണ് 8ാം ക്ലാസ്സുകാരിയുടെ പ്രകോപന കാരണം. ഏതപ്പൂപ്പനും വഴക്കു പറഞ്ഞു പോകുന്ന സാഹചര്യമാണിതെന്ന് ഓർക്കണം. ഐഫോണും ആഡംബര ബൈക്കും വാങ്ങാൻ പണം കണ്ടെത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നും കരുതുന്നു. ഇത്ര വലിയ ക്രൂരത ഈ ചെറുപ്രായത്തിൽ എങ്ങനെ ചെയ്യും? അതും സ്വന്തം അപ്പൂപ്പനോട്. ഞെട്ടി നിൽക്കുകയാണ് കേരളം. ഒരു 13കാരിക്ക് ഇതെങ്ങനെ കഴിയുന്നു എന്ന് അത്ഭുതപ്പെടുകയാണ്. പ്രതികളെല്ലാവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലത്ത് മറ്റൊരു 17കാരി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം വീട്ടുകാർ തടഞ്ഞതിൻ്റെ പേരിലാണ്. സമയത്ത് CPR നൽകാൻ പോലീസുകാരനുണ്ടായതുകൊണ്ട് മാത്രം ജീവൻ രക്ഷിക്കാനായി. വീട്ടുകാരെ പോലും കൊലപ്പെടുത്തുന്ന കൗമാരക്കാർ, മൊബൈൽ ഫോൺ നിയന്ത്രിച്ചാൽ അക്രമാസക്തരാകുന്ന, ആത്മഹത്യ ചെയ്യുന്ന കൗമാരക്കാർ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ കുഞ്ഞഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത് കോഴിക്കോട് നിന്നും. ശ്രീ കുഞ്ഞഹമ്മദ്, കേരളം ഞെട്ടി നിൽക്കുകയാണ്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്വന്തം അപ്പൂപ്പനെ കൊലപ്പെടുത്താൻ 10-17 വയസ്സുള്ള അവളുടെ കാമുകനുമായും അല്ലെങ്കിൽ മറ്റ് ചിലരുമായിട്ടൊക്കെ ആസൂത്രണം നടത്തുന്നു. അവർ ആ കൊലപാതകം അതിക്രൂരമായ രീതിയിൽ ആ കൊലപാതകം നടപ്പാക്കുകയും കവർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നമസ്കാരം നമ്മുടെ കൗമാരക്കാർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട് ശ്രീ കുഞ്ഞഹമ്മദ്. എനിക്ക് ഇങ്ങനെ ഒരു 2 മിനിറ്റ് സമയം തന്നെ, കുറെ ദിവസമായി വിളിച്ചിട്ട് കിട്ടാത്തത്. ഓക്കെ, തരാം, പറഞ്ഞോളൂ. ഈ കേരളത്തിലെ ഓണത്തിന് 6 ദിവസമേ ഉള്ളൂ. 6 ദിവസം കഷ്ടിച്ച് കഴിഞ്ഞ ഗവൺമെന്റ് ഒരു മാസ പൈസ മുൻകൂറായിട്ട് വിഷുവിന് ഓണത്തിന് പെൻഷൻ കൊടുത്ത് പോയിട്ടാണ് കടന്നുപോയത്. ഇതുവരെ പെൻഷൻ കൊടുത്തിരിക്കുന്നത്. ജനങ്ങളുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അപ്പൊ അതൊന്ന് ചർച്ചക്കെടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളാകെ ആകാംക്ഷയിലാണ്. ഒരു പൈസ ശ്രീ കുഞ്ഞഹമ്മദ്, നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ നമുക്ക് നാളെ ചർച്ചക്കെടുക്കണോ? 6 ദിവസം ചെയ്യാം. നമുക്ക് ഇന്ന് തന്നെ ആ വാർത്തയുടെ വിവരങ്ങൾ അന്വേഷിക്കാനും എന്താണ് കാര്യമെന്ന് സർക്കാരിന്റെ വിശദീകരണം എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ കൂടി അറിയാം. അങ്ങോട്ടേക്കാണ് നെട്ടോട്ട് കൂടെ മന്ത്രിമാർ ജനങ്ങളുടെ കാര്യമായിട്ട് മുമ്പോട്ട് പോകേണ്ടവര്. തീർച്ചയായും ഈ വിഷയം നമുക്ക് എടുക്കാം. നമുക്ക് താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? പിന്നെ പറയാം. ശരി, ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നും. ഫാദർ സാമുവൽ, താങ്കളുടെ വൈദിക വൃത്തിയുടെ ഭാഗമായി തന്നെ പലതരത്തിലുള്ള ആളുകളെ, പ്രത്യേകിച്ച് കൗമാരക്കാരെയൊക്കെ പലതരത്തിൽ അവരുടെ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ഇടപെടേണ്ടി വന്നിട്ടുണ്ടാവും. മുൻകാലങ്ങളെക്കാൾ ഏറെ ഇതൊരു 13 വയസ്സുകാരിയൊക്കെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുക, എന്നിട്ട് അവരുടെ 3-4 കൂട്ടുകാരെ കൊണ്ട് അത് നടപ്പാക്കുക എന്നൊക്കെ പറയും. ഇവരെല്ലാവരും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ പോലീസിൻ്റെ പ്രാഥമികമായ സൂചന അങ്ങനെയാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഈ കുട്ടികളെ അത്തരമൊരു വല്ലാത്ത മാനസികാവസ്ഥയിൽ, ക്രൈമൊക്കെ പണ്ടും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ കൗമാരക്കാരൊക്കെ വല്ല ഇടിയോ ഉണ്ടായി പെട്ടെന്ന് ചിലപ്പോൾ ആരെങ്കിലും പ്രകോപനത്തിന് ഇടിക്കുകയോ ചെയ്ത് കൊലപാതകം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ലോ. ആസൂത്രിതമായ കൊലപാതകത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു ക്രിമിനൽ മനോഭാവത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോകാനുള്ള കാരണം എന്താണ്? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. ഞാൻ 82 വയസ്സുള്ള ഒരു പള്ളിയിലച്ഛനാണ്. എത്രയാണ് ചെറുപ്രായം മുതൽ വയസ്സ് എത്രയാണ് പറഞ്ഞത്? 82. ഓക്കെ, ശരി, ഓക്കെ. അപ്പോൾ ജീവിതത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ, പല തലമുറയെ കണ്ട് അനുഭവങ്ങൾ പരിചയമുള്ള ആളാണ്. പല സഭകളിലും ഞാൻ ഇരുന്നിട്ടുണ്ട്. ഏകദേശം 10 സഭകളിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം അന്നത്തെ ന്യൂജൻ അല്ല ഇന്നത്തേത്. അന്ന് നമ്മുടെ കുടുംബങ്ങളിലുള്ള കുട്ടികളായാലും സഭയിലുള്ള കുട്ടികളായാലും സമൂഹത്തിലുള്ളവർ അവരോട് നമ്മൾ സംസാരിച്ചാൽ
അതിന് വിലയുണ്ടായിരുന്നു. ഇന്ന് മാതാപിതാക്കന്മാരോ അല്ലെങ്കിൽ അപ്പൂപ്പന്മാരോ സംസാരിച്ചാൽ അതിനൊരു വിലയില്ല. ഒരു കാരണം അത്. രണ്ടാമത്, ദൈവവിശ്വാസം ഇങ്ങനെയുള്ള മക്കൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഏത് മതത്തിൽ ഉൾപ്പെട്ടവരായാലും ദൈവവിശ്വാസം വളരെയേറെ കുറവാണ്. മൂന്നാമതാണ് ഈ മൊബൈലിന്റെ ദുരുപയോഗം. മൊബൈൽ നല്ലതാണ്, പല നല്ല കാര്യങ്ങളും അതിൽ നമുക്ക് കണ്ടുപിടിക്കാനും പഠിക്കാനുണ്ട്, അത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മൊബൈൽ ഇല്ലാതെ കഴിയുക അസാധ്യം എന്ന് പറയുന്ന ഒരു ന്യൂജന്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് വേറൊന്നും വേണ്ട, ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്നുമില്ല, അവർക്ക് മൊബൈൽ ഉപയോഗിച്ചാൽ മാത്രം മതി. അതും വില കൂടിയ മൊബൈൽ, ലക്ഷങ്ങൾ വിലയുള്ള ഐഫോൺ പോലെയുള്ള മൊബൈൽ ആണെങ്കിൽ വളരെ സന്തോഷം, അതിൽ അവർ സംതൃപ്തി കണ്ടെത്തുന്നു. നമ്മൾ മൊബൈൽ ഉപയോഗിക്കും, ഞാനിപ്പോൾ മൊബൈലിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു, ഏത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു കൊലപാതകം വളരെയേറെ വേദനാജനകമാണ്. അതൊരു പെൺകുട്ടി മുൻകൈ എടുത്തിട്ട് അത് സുഹൃത്തുക്കളുമായിട്ട് വന്ന് ഒരു മൊബൈലിന് വേണ്ടിയിട്ട് അപ്പൂപ്പനെ കൊല ചെയ്യുക എന്ന് പറയുന്നത് വളരെയേറെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് സർക്കാർ തലത്തിൽ തന്നെ ഒരു എന്താ പറയേണ്ട ഒരു പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് തക്കതായിട്ടുള്ള ഒരു നടപടി നമ്മുടെ യുവതി യുവാക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ മക്കൾ നല്ല ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം, നല്ല സ്വഭാവമുള്ളവരായിട്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം സാധ്യമായി തീരട്ടെ. വളരെ വ്യക്തമാണ്. 82 വയസ്സുള്ള ഫാദർ ഇത് പറയുമ്പോൾ എത്രയോ തലമുറയിലെ ചെറുപ്പക്കാരെ, വഴിതെറ്റിപ്പോയ ചെറുപ്പക്കാരെയും അല്ലാത്ത ചെറുപ്പക്കാരെയും ഒക്കെ കണ്ട് അവരെ നന്നാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ജീവിതാനുഭവത്തിൽ നിന്നുകൂടിയാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്, കൗമാരക്കാർക്ക് സ്വാഭാവികമായി അക്രമവാസനയും അല്ലെങ്കിൽ ക്രിമിനൽ പ്രവൃത്തിയിലൊക്കെ ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ മുമ്പും നിരവധി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ തരത്തിലേക്ക് നിഷ്ഠൂരമായ രീതിയിൽ ചില ഏറ്റവും കൂടുതൽ കനിവൊക്കെ മറ്റുള്ളവരോട് തോന്നുന്ന അല്ലെങ്കിൽ സ്നേഹം തോന്നുന്ന ഒരു പ്രായം കൂടിയൊക്കെയാണ്. ആ പ്രായത്തിലെ കുട്ടികളാണെങ്കിൽ ആസൂത്രിതമായി കൊലപാതകം, അതും സ്വന്തം അപ്പൂപ്പനെയൊക്കെ കൊല ചെയ്യാൻ വേണ്ടി കൂട്ടുകാരെ വിളിച്ചിട്ട് അതിലൊരാൾ പോലും പറയുന്നില്ല ഇത് തെറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ നാളെ പിടിക്കപ്പെടും, നമുക്കതുകൊണ്ട് ഐഫോൺ വാങ്ങാനോ അല്ലെങ്കിൽ ബൈക്ക് വാങ്ങാനോ ഒന്നും കഴിയില്ല. അവർ സ്വയം വിശ്വസിക്കുകയാണ് ഇതെല്ലാം പിടിക്കപ്പെടില്ല, ഞങ്ങൾക്ക് ഈ പണം ഉപയോഗിച്ചെല്ലാം ചെയ്യാമെന്നൊക്കെ കരുതി ആ ചെറുപ്രായത്തിൽ ഈ ഇത്തരം ക്രിമിനൽ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരായി കുട്ടികൾ മാറുന്നു. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? എന്റെ മോനെ ഓർത്തിട്ട് സംഗതി കണ്ടിട്ട് പേടിയാകും കേട്ടോ. ഒരു 10-30 കൊല്ലം മുമ്പുള്ള ഒരു കേരള അല്ല ഇപ്പോഴത്തെ കേരളം എന്തും ചെയ്യാൻ മടിയില്ല. എത്ര പിള്ളേരെ ഈ കൊലപാതകത്തിൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും ഇവരെ വീട്ടിൽ എന്തൊക്കെ നടക്കണമെന്ന് ആർക്കറിയാം. വളർത്തുദോഷമായിരിക്കും അല്ലേ തന്നെയാണ്. ഇപ്പം ദൈവം ഒന്നുമില്ല, ദൈവത്തിനൊക്കെ പേടിയല്ലേ. എനിക്ക് ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടി. എന്തെങ്കിലും പണ്ടൊക്കെ ഒരു ചെറിയ തെരുവ് വിളിച്ചാൽ തന്നെ ആരോടും അറിയോ, വീട്ടിലെങ്ങാൻ പറയോ, അത് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. അപ്പൊ എസ്സാരൊക്കെ കയറുമ്പോൾ പിള്ളേരെ എന്താ ഈ മാറിയൊക്കെ പറഞ്ഞാൽ നമ്മോട് ചൂടാ പോരെ, അവർ പേടിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. അറിയോ, ആ അവസ്ഥയായി ഇപ്പം സംഭവം തന്നെ. അത് സ്വാതന്ത്ര്യം കൂടി പോയി പിള്ളേർക്ക്. അതാ പറ്റിയത്. സ്കൂളിലാണേലും സാറന്മാരൊക്കെ തന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് താങ്കളുടെ അപ്പൊ അച്ഛൻ പറഞ്ഞത് കറക്റ്റാ. ശരി. ശ്രീ രമേശ് കുമാരനാണ്, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രമേശ് കുമാരൻ, മറ്റൊരു സംഭവം കൂടി പറഞ്ഞാൽ, ഒരു 17കാരി വീട്ടുകാർ അമിതമായി കുട്ടി മൊബൈൽ ഉപയോഗിച്ചപ്പോൾ വീട്ടുകാർ വഴക്ക് പറയുകയും മൊബൈൽ മാറ്റിവെക്കുകയും ചെയ്തു. കുട്ടി നേരെ അകത്ത് കയറി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഭാഗ്യത്തിന് പെട്ടെന്ന് വീട്ടുകാർ പോലീസിനെ വിളിച്ചു വരുത്തി. അടുത്ത് തന്നെ പോലീസ് ഉണ്ടായിരുന്നു. അവരെത്തി ഈ കെട്ടഴിച്ചിട്ട് CPR ഒക്കെ കൊടുത്തു, എന്തായാലും കുട്ടിയെ രക്ഷപ്പെടുത്തി. ഈ സമാനമായ രീതിയിൽ കുട്ടികളെ മൊബൈൽ ഫോൺ തടഞ്ഞാൽ കുട്ടികൾ അക്രമാസക്തരായി മറ്റുള്ളവരെ ആക്രമിക്കുന്ന വാർത്തകൾ, ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്, കൊലപാതകത്തിന് ശ്രമിക്കുന്നതൊക്കെ വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? കിരൺ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇന്നലെ പറഞ്ഞിടത്ത് ഞാൻ തുടങ്ങുകയാണ്. അതായത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കുക, അധ്യാപകരെ ബഹുമാനിക്കുക, അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ല. അതിനെയായിരുന്നു ഇന്നലെ നിങ്ങൾ ന്യായീകരിച്ചത്. ഇന്ന് തന്നെ ആ ഒരു സംഭവം എടുക്കേണ്ടി വന്ന ഒരു ദുരവസ്ഥ ആലോചിച്ച് നോക്ക് കേരളത്തിന്. ഇതാണ് പ്രശ്നം. ഇത് കുട്ടികൾ, ഇത് ജൻസിയാണ്. ഈ പെൺകുട്ടിയുടെ കൂടെ വന്നിരിക്കുന്ന ആ 3 പയ്യന്മാര് ജൻസി ഗണത്തിൽപ്പെടും. 17 വയസ്സിൽ താഴെ, 16 17 ആണ്. അപ്പൊ ഇതാണ് കേരളത്തിന്റെ പോകുന്ന പോക്ക്. അപ്പൊ പള്ളിയിലച്ചൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അച്ഛനമ്മമാരെ ബഹുമാനിക്കുന്നില്ലല്ലോ, ദൈവം ഭയമില്ല.
ദൈവഭയം വേണമെന്ന്. 18 കഴിഞ്ഞിട്ട് ഇവര് സ്വന്തം ശ്രീ ഇഷ്ടത്തിന് നടന്നോട്ടെ. സുകുമാരൻ, ഈ ചില കുട്ടികൾ ഇങ്ങനെ ക്രിമിനൽ വാസന ഉണ്ടായി എന്ന് കരുതി എല്ലാ കുട്ടികളും പണ്ടത്തെ തലമുറയെല്ലാം നല്ലതായിരുന്നു, ഇപ്പോഴത്തെ തലമുറ ആകെ മോശമായി എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതേ പുതിയ തലമുറയിലെ കുട്ടികളാണ് ഡൽഹിയിൽ വലിയ സമരം, അവരുടെ രാജ്യത്തിന് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി അവർ വലിയ സമരങ്ങളൊക്കെ നയിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അത്രത്തോളം ഉത്തരവാദിത്ത ബോധമുള്ള, അല്ലെങ്കിൽ അത്രത്തോളം രാജ്യത്തോടും ഭാവിയോടും പ്രതിബദ്ധതയുള്ള കുട്ടികളും ഈ ജെൻസിയിൽ ഉൾപ്പെടുന്നുണ്ട്. അവർ നമുക്ക് മുൻ തലമുറയ്ക്കൊക്കെ മാതൃക കാണിക്കുകയാണ്. നിങ്ങളുടെ തലമുറയ്ക്ക് ചെയ്യാൻ കഴിയാതെ പോയി ഞങ്ങൾ കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എണീറ്റ് നിന്ന് കൈകൂപ്പാനോ തോന്നിപ്പോവും, അല്ലെങ്കിൽ അവർക്ക് സല്യൂട്ട് ചെയ്യാൻ തോന്നിപ്പോവും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് ഇവരെല്ലാവരും അച്ഛനെയും അമ്മയും അനുസരിക്കുക, അല്ലെങ്കിൽ ഗുരുവിനെ അനുസരിക്കുക. ഈ അനുസരണ കൊണ്ട് മാത്രമൊന്നും ഉണ്ടാകുന്നതൊന്നും അല്ല ഈ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ മയക്കുമരുന്നിൻ്റെ വ്യാപനം, അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അല്ലാതെ അനുസരിക്കുന്ന കുട്ടികളെല്ലാം നല്ല കുട്ടികളാവും, അനുസരിക്കാത്തവർ മോശം കുട്ടികളാവും എന്നൊന്നും പറയാൻ കഴിയില്ല. ലോകത്തെ മാറ്റിമറിച്ചതൊന്നും അനുസരണക്കാരല്ല എന്നതുകൂടി ഓർക്കണം. അനുസരണ ആരുടെ നിന്നാണ് പഠിക്കുന്നത്? അച്ഛനമ്മമാരുടെ നിന്നും ഗുരുക്കന്മാരുടെ നിന്നും അല്ലേ? അത് പഠിക്കാത്തവർ ഇങ്ങനെ വഴിതെറ്റുന്നുണ്ട്. അപ്പൊ അവരെങ്കിലും അഡ്രസ് ചെയ്യണ്ടേ? എല്ലാം ഈ ജൻസി ഗണത്തിൽപ്പെടുത്തിയിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് ഈ കേരളത്തെ കൊണ്ടുപോകുന്നത്? ഞാൻ പറഞ്ഞു എല്ലാവരെയും ജെൻസികൾ എല്ലാവരും നല്ലതാണെന്നല്ല. പക്ഷേ മുൻ തലമുറകളെ അപേക്ഷിച്ച് ജെൻസി കുട്ടികൾ കൂടുതൽ പ്രതിബദ്ധതയുള്ളവരും ആ കുട്ടികൾക്ക് കൂടുതൽ സമരവീര്യവും ഒക്കെ ഉള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ അവർക്ക് വിധേയന്മാരായി നിൽക്കുന്നവരല്ല. അത് നല്ല കാര്യമാണ്, അതിനെ ഞാൻ അംഗീകരിക്കുന്നു, എനിക്ക് അതിനോട് വലിയ ബഹുമാനം തോന്നുന്നു. പക്ഷേ എന്ന് കരുതി ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നവരെ ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും അനുസരണക്കാരായി നിൽക്കണം എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇതിനെ ഒറ്റപ്പെട്ട സംഭവമാക്കി, സ്ഥിരം ഡയലോഗ്. സ്ഥിരം ഞാൻ ഒറ്റപ്പെട്ട സംഭവം എന്നല്ല പറഞ്ഞത്, ഇത് കൂടുതലായി സംഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. അല്ലാതെ ഇതിനൊരു പരിഹാരം അനുസരണയാണ് എന്ന് ഞാൻ കരുതുന്നില്ല, ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല എന്നാണ് പറഞ്ഞത്. അതന്നെ. അപ്പൊ പിന്നെ ഇതിനെന്താ പരിഹാരം? നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ ഉണ്ടാവില്ലേ? എന്താ നിങ്ങൾ? ഞാനതാണ് പറഞ്ഞത്, ഈ പുതിയ തലമുറയിലെ ആളുകൾക്ക് ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം, ഈ കുട്ടികൾ തന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലേക്ക് വരുന്നു. കുട്ടികൾ മൊബൈൽ ഫോൺ അഡിക്റ്റായി അവർ പൊതുസമൂഹത്തിന്റെ ധാരയിൽ നിന്ന് മാറി നിൽക്കുന്നു. സ്കൂളുകൾ ഈ പറയുന്ന പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയമോ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രവർത്തനം ഉണ്ടെങ്കിൽ അവർ അതിൽ ആക്റ്റീവ് ആവും. സ്പോർട്സ് ഉണ്ടെങ്കിൽ അതിൽ ആക്റ്റീവ് ആവും. വൈകുന്നേരം കുട്ടികളെ കൂട്ടായി കളിക്കാൻ പോകുന്ന ഇതുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ കളിക്കാൻ പോയാൽ അവർ അത്തരം കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആവും. ഇതൊന്നും ഇല്ലാത്ത ചെറുപ്രായത്തിൽ അവർക്ക് ഒരു മൊബൈലിൻ്റെ മുന്നിലിരുന്ന് അവർ നോക്കുമ്പോൾ അവരവിടെ മറ്റൊരു ലോകം സൃഷ്ടിക്കുകയാണ്, അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായി അത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെ എവിടെ നിയന്ത്രിക്കാൻ ആർക്ക് കഴിയും? ആ മയക്കുമരുന്ന് ഉപയോഗം തടയാൻ കഴിയേണ്ടത് സമൂഹത്തിനാണ്. ഉത്തരവാദിത്തമുള്ളത് എനിക്ക് നിങ്ങൾക്കുമാണ്, അല്ലാതെ കുട്ടികളുടെ കുഴപ്പമല്ല അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. അവരെ മയക്കുമരുന്നിലേക്ക് തള്ളിവിടുന്നത് മുതിർന്ന തലമുറയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ വന്ന ചേഞ്ചാണ്. ഇപ്പൊ ഇന്നലെ നിങ്ങൾ തന്നെ പറഞ്ഞു, അധ്യാപകനെതിരെ പ്രതീകാത്മക ശവസംസ്കാരം നടത്തുന്നത് ഒരു സമര രീതിയാണെന്ന് പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് ഇതിന് കാരണം. കിരൺ, മനസ്സിലാക്കൂ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ അനുവദിക്കൂ. രാഷ്ട്രീയക്കാരുടെ കോലം കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഓക്കെ, അത് എല്ലാ കാലത്തും കണ്ടിട്ടുണ്ട്. അധ്യാപകരുടെ ശവസംസ്കാരം, പ്രതീകാത്മക ശവസംസ്കാരം ജീവിച്ചിരിക്കുന്ന മാഷ്മാരുടെ ഇത് ചെയ്യുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ ശ്രീ രമേശ് കുമാരൻ, കേരളത്തിൽ മുഖ്യമന്ത്രിമാരായിരുന്ന പിണറായി വിജയനായാലും ഉമ്മൻചാണ്ടി ആയാലും VS അച്യുതാനന്ദനായാലും തൊട്ട് അങ്ങനെ EMS പോലുള്ള മുഖ്യമന്ത്രിമാർ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ആളുകൾ, ഇവരുടെയൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് കോലം കത്തിച്ചിട്ടുണ്ട് ആളുകൾ. എന്തായാലും അവരെക്കാൾ വലിയ ഗുരുക്കന്മാരൊന്നും അല്ലല്ലോ നമ്മളെ പഠിപ്പിക്കുന്ന, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു സ്കൂളിലെ ഇവരൊന്നും. ഇവരെക്കാൾ എത്രയോ വലിയ അറിവുകൾ ഈ ലോകത്തിന് പകർന്ന് നൽകിയവരാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ നയിച്ച ആളുകളാണ് ഇവരൊക്കെ. അവരുടെയൊക്കെ കോലം കത്തിക്കാൻ കുഴപ്പമില്ല. എൻ്റെ അധ്യാപകൻ്റെ കോലം കത്തിച്ചാൽ അതൊരു കുഴപ്പമാണ്. അങ്ങനെയല്ല, കോലം കത്തിക്കാൻ തന്നെ ഒരു പ്രതീകാത്മകതയാണ്. അത് തീ മറ്റുള്ളവരുടെ ദേഹത്ത് വീഴാതെ കത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു പ്രതീകാത്മകമാണ്. ഒരു ശവസംസ്കാര ചടങ്ങ് നടത്തിയെങ്കിൽ, അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ചടങ്ങ് നടത്തിയെങ്കിൽ അതൊരു പ്രതീകാത്മകമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് എന്ന് ഉപദ്രവിച്ച ഒരു കാര്യം ചെയ്യരുത്. അതിനെങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു നിഷേധം എന്നൊക്കെ പറയുന്നത്? ഇത് വളരെ സങ്കടമുള്ള കാര്യമാണ്. ഇന്നലെ തന്നെ സംസാരിച്ച അതിനനുബന്ധമായിട്ടുള്ളൊരു വിഷയം ഇന്ന് നടന്നു ആണെന്ന് അച്ഛൻ പറഞ്ഞല്ലേ? പള്ളിയിലച്ഛൻ പറഞ്ഞത് നിങ്ങൾ തലയാട്ടിയതല്ലേ? പുള്ളി പറഞ്ഞത് തന്നെയല്ലേ? ഞാൻ പറഞ്ഞതിന്റെ വേറൊരു രൂപമല്ലേ പള്ളിയിലച്ഛൻ പറഞ്ഞത്? ഇതൊക്കെ തന്നെയാണ് നിങ്ങളെപ്പോലുള്ള ഈ വിപ്ലവ മാധ്യമ തീപ്പന്തങ്ങളൊക്കെ തന്നെയാണ് ഒരു പരിധിവരെ ഇതിനൊക്കെ കാരണം. ഇതൊക്കെ കുട്ടികൾ കാണുന്നുണ്ട്. അവർക്ക് വളം വെച്ചു കൊടുക്കുന്ന വാക്കുകളാണ് ഇപ്പൊ കിരൺ ഇന്നലെയും ഇന്നും പറഞ്ഞത്. വളരെ മോശമാണ് കേട്ടോ. ഇതൊക്കെ ഇന്നലെ ഞാൻ വെളുപ്പിക്കൽ എന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് അത് ആവർത്തിക്കുന്നില്ല. ന്യൂസ് 18 ഞാൻ കടുത്ത ഒരു പ്രതിഷേധം അറിയിക്കുകയാണ്. ഇങ്ങനെയൊന്നും സംസാരിക്കും. താങ്കളുടെ പ്രതിഷേധം അറിയിക്കാൻ എല്ലാവരും ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ അഭിപ്രായങ്ങളുണ്ട്.
അഭിപ്രായങ്ങൾ. സ്വന്തം മക്കൾ സമരത്തിന് പോകുമ്പോൾ ചിലപ്പോൾ വീട്ടുകാർ രക്ഷകർത്താക്കൾ പറയും പോകരുതെന്ന് പറയും. ചിലപ്പോൾ അവർ രഹസ്യമായിട്ട് ഒളിച്ചും പാത്തുമൊക്കെ ആയിരിക്കും സമരത്തിനൊക്കെ പോകുന്നത്, മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ. പക്ഷേ അവർ ആ മുദ്രാവാക്യം വിളിക്കുന്നതിലൂടെ അവർക്കല്ല, അവരെ ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം ഏറ്റെടുക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഏറ്റെടുത്തതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത്. സ്വാതന്ത്ര്യ സമര കാലം മുതൽ അത്തരം ഒരാളുകൾ അവരുടെ ഒന്നും അച്ഛനെയും അമ്മയോടും ചോദിച്ചിട്ട് ഞാനിതിന് പങ്കെടുത്തോട്ടെ എന്ന് ചോദിച്ച് അച്ഛനോടെ അമ്മയുടെ അനുവാദത്തോടു കൂടി പോയൊന്നും അല്ല വിപ്ലവം നടത്തിയിട്ടുള്ളതും സമരം നടത്തിയിട്ടുള്ളതൊന്നും. അതുകൊണ്ട് എല്ലാവരും അനുസരണക്കാരായി വളരുന്ന ഒരു കാലമൊന്നും അല്ല ലോകത്തിന് വേണ്ടത്. അനുസരണ കെട്ട ആളുകൾ കൂടി വേണം. ശരി ശ്രീ രമേശ് കുമാരൻ. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ നാരായണനാണ്, ശ്രീകണ്ഠാപുരത്ത്. ശ്രീനാരായണൻ, ഈ ഒരു 13-കാരിയൊക്കെ ഒരു കൊലപാതകത്തിന് ആസൂത്രകയാവുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് 13-കാരനോ ഒക്കെ ചിലപ്പോൾ ഒരു ഇഴയ്ക്ക് എവിടെയെങ്കിലും പെട്ടുപോയി പെട്ടെന്നൊരു ദേഷ്യത്തിന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് ചിലപ്പോൾ മരണപ്പെട്ടു പോകും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിരവധിയുണ്ട്. പക്ഷേ കൃത്യമായി ആസൂത്രണം ചെയ്ത് മറ്റ് 3 പേരെ വിളിച്ചു വരുത്തുന്നു, അവർ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു, അതിൻ്റെ വീഡിയോ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവരെല്ലാവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ് എന്നതുകൂടി പോലീസ് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാർ നമസ്കാരം. സാർ നമസ്കാരം. കാരണം ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം ആ മയക്കുമരുന്ന് എന്ന അത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ചെറിയ കുട്ടികൾ, സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ പോലും ആ മയക്കുമരുന്നുകൾ മിഠായി രൂപത്തിലൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ അതൊക്കെ തന്നെ കൊണ്ട് തന്നെയാണ്. മറ്റ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആദ്യമായി ഇതിനൊന്നാമതൊരു വ്യവസ്ഥയില്ല. ഒരു മയക്കുമരുന്നിന്റെ 2 ഗുളിക പിടിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ ഡെൻസിറ്റി കുറവാന്ന് പറഞ്ഞിട്ട് വേഗം ജാമ്യം കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. വിടരുത്. ശരി, താങ്കൾ എനിക്കൊന്ന് ടി വി ഓൺ ചെയ്ത് വെച്ചതുകൊണ്ടാണ് കൃത്യമായി താങ്കൾക്ക് തുടർച്ചയായി പറയാൻ കഴിയാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ മുരളീധരനാണ്, വയനാട് നിന്നാണ്. ശ്രീ മുരളീധരൻ, 13-കാരിയും കൂട്ടുകാരും ചേർന്ന്. അതെ, സാറ് തന്നെ ആദ്യം ഇതിന്റെ കാരണങ്ങളെ പറ്റി സൂചിപ്പിച്ചു. ഒന്ന് മയക്കുമരുന്നിന്റെ ഉപയോഗം, പിന്നെ ഈ അനുസരിപ്പിക്കൽ എന്നുള്ള കാര്യമൊന്നും അത്ര നടപ്പുള്ള കാര്യമല്ല. അനുസരിപ്പിച്ചാൽ അതിന് നേരെ വിപരീത ഫലമായിരിക്കും മിക്ക സ്ഥലത്തും ഉണ്ടാകുക. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കുടുംബങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. മിക്കവാറും വിശേഷ ദിവസങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് വയനാട്ടിൽ എൻ്റെ ചുറ്റുപാടും ഒക്കെ നടക്കുന്ന കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ 10-12 വയസ്സായ മക്കളെ അടക്കം ഇരുത്തിയിട്ട് അപാരമായ മദ്യപാനം നടത്തുന്ന മാതാപിതാക്കളെ സംബന്ധിച്ച് എനിക്കറിയാം. പിന്നെ ഇതിനെ സംബന്ധിച്ച് ഇപ്പം മുമ്പേ പറഞ്ഞ ആള് പറഞ്ഞതുപോലെ തന്നെ ഇത് പിടിച്ചാൽ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 10-20 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശത്ത് നിന്ന് ഒരു പയ്യൻ എന്ന് പറഞ്ഞാൽ ഒരു 22 വയസ്സേ ഉള്ളൂ, അവനെ ഇപ്പോൾ ഒരു 15 പ്രാവശ്യമെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ അവൻ പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഈ മയക്കുമരുന്നിന്റെ വ്യാപനത്തിന് രാഷ്ട്രീയക്കാരുടെ കിട്ടുന്ന സപ്പോർട്ട് ചില്ലറയൊന്നുമല്ല. രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ട് ഇല്ലാതും പ്രത്യേകിച്ച് ഭരണതലത്തിലൊക്കെ ഉള്ള, അതിപ്പം ഇന്നായിരുന്നല്ല, വരുന്നവരാരായാലും അവരുടെ ഒക്കെ തന്നെ. അപ്പൊ ഈ മയക്കുമരുന്നിന്റെ ഇതേ രീതിയിലുള്ള ഈ ഒരു പ്രചരണം നിലനിൽക്കാതെ, അത് നശിപ്പിച്ച് കളയാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് മുക്തമാകാൻ കഴിയില്ല. പിന്നെ സർക്കാരിന്റെ മദ്യനയം, ഒരു പരിധി വരെ മുമ്പേ പറഞ്ഞതുപോലെ ചാനലുകൾക്കും ഇതിനകത്ത് കുറച്ചൊക്കെ ഒരു പങ്കുണ്ട്. അതുകൂടാതെ സിനിമകൾക്ക് പങ്കുണ്ട്. എന്തായാലും അമ്മാവനായിട്ടും കുരങ്ങായിട്ടും നമ്മുടെ രാജ്യം നശിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഇതിൽ നിന്നൊരു മുക്തി നേടിയില്ലെങ്കിൽ നമ്മുടെ യുവതയുടെ കാര്യം വളരെ കഷ്ടമായിരിക്കും. ശരി, താങ്കൾ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ശ്രീ മുരളീധരൻ ചൂണ്ടിക്കാട്ടിയത്. മറ്റൊരു പ്രശ്നം കൂടിയാണ്, സലീമാണ്, മലപ്പുറത്തു നിന്നാണ്. ശ്രീ സലീം, ചെറിയ കുട്ടികളൊക്കെ ഇത്തരത്തിലൊരു കൊലപാതകമൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക എന്നത് ഈ അടുത്ത കാലത്തെങ്ങും നമ്മൾ കേട്ടിട്ടില്ല, അതും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന്. എന്താണ് നമ്മുടെ കുട്ടികൾ ഈ തരത്തിലേക്ക് മാറാനുള്ള കാരണം? താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്നത് കൃത്യമായി കേൾക്കുന്നില്ല. നമുക്ക് മറ്റു പ്രശ്നം. ശ്രീ സുകുമാരനാണ്, കണ്ണൂരിൽ നിന്നാണ്. ശ്രീ സുകുമാരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, ഇന്നത്തെ പിള്ളേർ പറഞ്ഞാൽ ഈ പിള്ളേരെ അങ്ങനെ ഇതായിട്ട് വിടാൻ പാടില്ല. പിള്ളേരെ വിട്ടതാണ് ഇന്ത്യയിലും ചെറുപ്പം പോലെ ഫോണും. ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ. ചെറുപ്പം പോലെ ഫോണും വാങ്ങി കൊടുത്ത് പിള്ളേരെ തോന്നിയ അവസരത്തിന് വിട്ടാൽ സാറേ ഇങ്ങനെയുള്ള അനുഭവിക്കാം. പിന്നെ കോടതി ശരിക്കും നിയമം ഇന്ന് പിടിച്ചു വരുന്ന ജയിലിൽ കൊണ്ടുപോയിട്ടാൽ നാളെ പിറ്റേ ദിവസം പോലീസുകാർ അത്രയോ കഷ്ടപ്പെട്ടിട്ട് ഓരോ പ്രതികളെ പിടിക്കുന്നത്. അവര് രാവും പകലും മഴയും വെയിലും കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് പോലീസുകാർ ഒരു പ്രതിയെ പിടിച്ചു കൊടുപ്പോയാൽ പിറ്റേ ദിവസം കോടതി ജാമ്യം കൊടുക്കും. ഇതാ പറഞ്ഞ കോടതി ജാമ്യം കൊടുക്കാൻ പാടില്ല. 14 ദിവസം ജാമ്യം കൊടുക്കാൻ പാടില്ല ഒരാൾക്കും.
അങ്ങനെ കുറച്ച് കർശനായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഈ പിള്ളേർ ഇങ്ങനെ ചെയ്യില്ല. ഇത് 13 വയസ്സുള്ള ഒരു പെണ്ണിങ്ങനെ ചെയ്യുക പറഞ്ഞാൽ ഇത് ചെറിയ കാര്യമൊന്നല്ല. ഇത് ലോകനാശത്തിന്റെ, ഇത് മയക്കുമരുന്ന് ഇന്നത്തെ പിന്നെ ഭരണം ഏത് ഭരണമായാലും ശരി ഭരണത്തിന്റെ കീഴിൽ ഇതിൽ പരമാവധി ഇങ്ങനെ അവര് തന്നെ കുറച്ച് പൈസ ഉണ്ടാവും ഓനെ വെറുതെ വിടും. ഇന്ന് പൈസ ഉണ്ടെങ്കിൽ ഓനെ വെറുതെ വിടും. ഇന്ന് പൈസ പ്രശ്നം, ഈ പിള്ളേർക്കും പൈസ പ്രശ്നം. ഈ മൊബൈൽ ഫോൺ വാങ്ങി ഇതാക്കി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നല്ല ഇത്. അതുകൊണ്ട് സാറേ കൃത്യമായിട്ട് പോലീസുകാർ ഇത്തിരി കഷ്ടപ്പെട്ടിട്ട് പിടിക്കുമ്പോൾ ഒരു പ്രതിയെ പിടിച്ച ദിവസം ജാമ്യം കൊടുക്കാൻ പാടില്ല കോടതി. അതുകൊണ്ട് 14 ദിവസം കിടക്കണമാടാ, എന്നാലും പറ്റില്ല ജനങ്ങൾക്ക് ബോധ്യം വരുള്ളൂ. അല്ലെങ്കിൽ ഇത് അർപ്പന കൊടുത്ത് ഇത് പിറ്റേ ദിവസം രാവിലെ ഓനെ ഉറങ്ങിയടിച്ച് രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ വരുവാ. എന്താ ഇത് തോന്നിയ വർഷമാണ് സാറേ. ഇതെല്ലാം എന്തും ഭരണത്തിന്റെ പേരിൽ പലതും ചെയ്യുന്നുണ്ട്, പലതും നടക്കുന്നുണ്ട്. ഇതിന്റെ കാര്യം വേറൊന്നല്ല. വൈകിട്ട് ന്യൂസ് 8 ചാനലിൽ നമ്മുടെ ടോമിനെ കൂട്ടണം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സുകുമാരൻ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. സുധീറാണ്, തൃത്താലയിൽ നിന്നാണ്. ശ്രീ സുധീർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത്ര വലിയ ഒരു ക്രൂരകൃത്യമൊക്കെ ഈ ചെറുപ്രായത്തിൽ കുട്ടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമെന്നൊക്കെ സാധാരണഗതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് വലിയ സംഭവങ്ങളാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ ഈ പ്രായത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും അതിന് പതിവുകാരാവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുന്നത്? ഇപ്പൊ നമ്മുടെ യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനികതല്ല. അപ്പൊ നമ്മൾ മൊബൈല് ഡിജിറ്റൽ യുഗമാണ്. അപ്പൊ നമ്മൾ റീൽസ് കാര്യങ്ങൾ അങ്ങനെ ആഡംബരമായിട്ടുള്ള ഇതാണ് നമ്മളെ ഈ സ്മാർട്ട് ഫോൺ ഇതൊക്കെ കൂടി കാണുന്നത്. അപ്പൊ കുട്ടികൾ പിന്നെ പെട്ടെന്നുള്ള ഈ പണം ഉണ്ടാക്കാനും പണക്കാരാവാനുള്ളതൊക്കെ അധ്വാനിക്കാതെ അങ്ങനെയുള്ള ഓരോ മനോഭാവങ്ങളാണ്. അപ്പൊ അതിനു വേണ്ടി മയക്കുമരുന്ന് ഇപ്പോ ഈ കരിയർ ഇടുന്നൊക്കെ 22 വയസ്സ് 25 വയസ്സ് കോളേജ് പിള്ളേരൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ MDMA അതൊക്കെ പറഞ്ഞ് ലഹരി കടത്തുന്നതൊക്കെ തന്നെയാണ്. അതിനുള്ള സാമ്പത്തികം, പെട്ടെന്ന് സാമ്പത്തികം ഉണ്ടാവുള്ളത് തന്നെ. ഇപ്പൊ സ്മാർട്ട് ഫോൺ അടിമ അത് പറഞ്ഞപ്പോ ചെറിയ കുട്ടികൾ മുതൽ ഇപ്പൊ നമ്മൾ സംസാരിക്കണം എല്ലാവരും ഇപ്പൊ സ്മാർട്ട് ഫോണ് അടിമയാണ്. നമ്മള് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കണത് തന്നെയാണ്. എല്ലാവരും ഇപ്പൊ മാറി മാറി ഇരുന്നിട്ട് ഓരോരുത്തർ അവരുടെ ബന്ധങ്ങളൊന്നും ഇല്ല ഇപ്പോഴത്തെ കാര്യത്തില്. ഇപ്പൊ ഈ ചെറിയ കുട്ടികൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഇത് സ്കൂൾ തലത്തിൽ തന്നെ കൊണ്ടുവരണം എന്ന് ഞാൻ പറയണേ. ഇപ്പൊ മൊബൈൽ എന്തായാലും അതൊരു പഠന വിഷയമാക്കിയിട്ട് കൊണ്ടുവരണം. എങ്ങനെ ഉപയോഗിക്കണം, എന്ത് ഉപയോഗിക്കണം, അങ്ങനെയുള്ളതൊക്കെ പറ്റുള്ളൂ. ഇതിപ്പോ എല്ലാവരും ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവും. ഇതിപ്പോ കുട്ടികളായാലും വലിയവരും ഇതേ ടൈമിന് വലിയവരും കുട്ടികളും ഒക്കെ ഒരേ ലെവൽ തന്നെയാണ്. ഈ അക്രമത്തിന് എല്ലാവരും പോകണതിനും പിടിക്കണതിനൊക്കെ അതിൽ ഒരു വിഭാഗം തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സുബ്രഹ്മണ്യനാണ് വിളിക്കുന്നത്. ശ്രീ സുബ്രഹ്മണ്യൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എവിടെയാണ് നമ്മുടെ യുവതലമുറയിൽ ചിലരെങ്കിലും ഇത്തരം വലിയ ക്രിമിനൽ വാസനയിലേക്ക് വീണു പോകാനുള്ള കാരണമാകുന്നത്? സാർ നമസ്കാരം. നമസ്കാരം. സാറേ, നമ്മുടെ തലമുറ മാനസികമായിട്ട് വളർച്ച കുറഞ്ഞു വരികയാണ് പഴയ തലമുറയേക്കാൾ. പിന്നെ ഇപ്പോഴുള്ള കുട്ടികളില് ദേഷ്യഭാവം കൂടുതലാണ്, വക്രതയും കോട്ടവും ഉണ്ട് ഇപ്പോഴത്തെ തലമുറയിൽ. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ കൂടുതലും ശ്രദ്ധിക്കണം. അവരോട് വളരെ ആത്മസംയമനത്തോടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഇപ്പൊ തൊട്ടു മുമ്പ് സംസാരിച്ച സാറ് പറഞ്ഞതുപോലെ മയക്കുമരുന്നും കൊള്ളരുതാത്ത പല മേഖലകളും ഇവർ അടിമപ്പെട്ടു പോകുന്നു. ഇത് കിട്ടാനുള്ള സോഴ്സ് കണ്ടുപിടിച്ച് നശിപ്പിക്കണം, അവരുടെ കയ്യിൽ എത്താത്ത രീതിയിൽ. പിന്നെ മൊബൈൽ ഫോണിന്റെ അതൊരു രോഗമായിട്ട് എനിക്ക് തോന്നുന്നത്. മൊബൈൽ ഓഫ് മാനിയ എന്ന് പറയാം രോഗത്തിന്. അത് ഞാൻ കണ്ടുപിടിച്ചത്. പിന്നെ അർജന്റീന തോറ്റത് ടിവിയുടെ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് എന്നോട് വഴക്ക് കൂടിയ 17 വയസ്സുള്ള ഒരു പയ്യൻ, അവനും ഏകദേശം ഈ മയക്കുമരുന്നിന്റെ ഒക്കെ ഒരാളെ പോലെ തോന്നുന്നത്. അങ്ങനെ വരെ നമ്മുടെ തലമുറയിൽ പിള്ളേര് ഇങ്ങനെയൊക്കെ സമനില തെറ്റുന്ന രീതിയിൽ പെരുമാറുന്ന കുട്ടികളാണ്. പിന്നെ പെരുമ്പാല് ഏരിയ സാറിന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, ഇതിന്റെ കേന്ദ്രമാണല്ലോ മയക്കുമരുന്നിന്റെയും ഒക്കെ. ഞാൻ എന്റെ നാടിന്റെ പുകഴ്ത്തി പറഞ്ഞതല്ല. അപ്പൊ ഓപ്പറേഷൻ തുഫാനൊക്കെ ഇതിൽ കൂടുതൽ നമ്മുടെ നേതാക്കന്മാർ, മന്ത്രിമാര് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കേൾക്കുന്നില്ല സാറേ? ശരി, കേൾക്കുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. അപ്പൊ ഇതിലിപ്പോ പറയാനാണെങ്കിൽ നമ്മളിപ്പോ കുട്ടികളുടെ ഇപ്പോഴത്തെ ഇപ്പൊക്കെ ഈ കാലഘട്ടത്തിന്റെ ഒരു കുഴപ്പം, ഈ പ്രശ്നങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. പണ്ട് കഞ്ചാവൊക്കെ എന്റെ ഒക്കെ ഒരു ഓർമ്മയില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-45 വയസ്സിലൊക്കെ കഞ്ചാവൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുടെ അച്ഛന്മാരൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്.
പക്ഷെ നമ്മുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് അച്ഛനമ്മ അവരൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മളെ മനസ്സിലാക്കി തരികയും പക്ഷെ എങ്കിലും നമ്മളിപ്പോ മദ്യം വല്ലപ്പോഴും കഴിക്കുന്ന വ്യക്തിയാണ്, അത്ര വലിയ പുണ്യാളൊന്നുമല്ല. പക്ഷെ അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ അച്ഛനായാലോ അമ്മയ്ക്കായാലോ നേരമില്ല. ഇപ്പോ ഒരു യാത്ര പോവാണ്, കൂട്ടുകാരികളും മക്കളൊക്കെ ആയിട്ട് യാത്ര പോകുമ്പോ അമ്മമാര് പരസ്പരം സംസാരിച്ച് പോകും. കുട്ടികൾ റോട്ടിൽ കൂടി നടക്കുന്നത് ഈ മാതാവിൽ ഈ അമ്മമാര് നോക്കാറില്ല. അങ്ങനെ അപകടങ്ങൾ വരാം. അപ്പൊ ഇത് ദിവസം നിറയെ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഒരു കുറവാണ് ഈ കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റി പോകുന്നത്. അതിപ്പോ നോക്കിയിട്ട് കാര്യമില്ല. അതായത് ഒരു പറഞ്ഞാൽ മനസ്സിലാവുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്ന ആ സിറ്റുവേഷനിൽ കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരുടെ നല്ല രീതിയിൽ പെരുമാറുകയും അവിടെ ദോഷങ്ങൾ അവർ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി ചെറുതായിട്ടൊന്ന് ദേഷ്യം പിടിക്കുകയും ചെയ്യുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ മാറ്റം വരും. അപ്പൊ ഇതിൽ പറയാനുള്ളത് വീട്ടിലിരിക്കുന്ന മാതാവിനും പിതാവിനും ഇതിന് നേരം കണ്ടെത്തിയേ പറ്റൂ. കാലഘട്ടം മാറി. ഇപ്പൊ കണ്ടില്ലേ മൊബൈലിൽ എന്തൊക്കെയാണ് കിട്ടാത്തത്, എല്ലാ കാര്യങ്ങളും തിരിച്ചറിയും. ഇപ്പൊ ഒരു കൊലപാതകം നടന്ന കഥ കിട്ടില്ലേ, ഇതൊക്കെ വളരെ ദയനീയമാണ്. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും വലിയ സ്ഥാനമാണ് കുട്ടികൾ വഴിതെറ്റി പോകുന്നത്. യാതൊരു തർക്കമില്ല. എത്ര തന്നെ എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റ് ഒരു പ്രശ്നത്തിലേക്ക് പോകും മുമ്പ് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. ദയവായി ശ്രീ ചന്ദ്രൻ നായരാണ്, ഒരു 2 മിനിറ്റ് ക്ഷമിക്കുക. നമുക്ക് കുറച്ച് യൂട്യൂബ് കമൻറ്റുകൾ വായിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാം. സ്കൂൾ ഷുഡ് ബ്രിങ് ബാക്ക് കെയിൻ സിസ്റ്റം ഫോർ ദി ബെറ്റർമെൻറ്റ് ഓഫ് സൊസൈറ്റി എന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ കുട്ടികൾക്കൊന്നിനെയും പേടിയില്ല എന്നൊക്കെയാണ് നിരഞ്ജൻ നായർ പറയുന്നത്. അങ്ങനെ ചൂരൽ കൊണ്ടുവന്നാൽ രക്ഷപ്പെടുന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം കുട്ടികൾ പോകുമെന്നൊക്കെ കരുതുന്നത്. കുട്ടികളെ അങ്ങനെ ഭയപ്പെടുത്തിയോ അല്ലെങ്കിൽ ചൂരൽ കൊണ്ട് അടിച്ചോ ഒന്നും വളർത്തിയത് കൊണ്ട് അവർ നന്നായി പോകും എന്നൊന്നും കരുതുന്നതിനകത്ത് അർത്ഥമില്ല എന്ന് ലോകം തന്നെ കണ്ടെത്തിയതാണ്. അതൊക്കെ നമ്മുടെ ഒരു പഴഞ്ചൻ ചിന്താഗതിയുടെ കൂടി ഭാഗമാണ്. നോട്ട് ഓൺലി ടീൻസ് ബട്ട് ഓഡീസ് ആർ ടേൺഡ് ഇൻ ടു ക്രിമിനൽസ് ഡ്യൂ ടു സർട്ടൺ യൂട്യൂബേഴ്സ് ഹൂ സ്പ്രെഡ് ഹേറ്റ് കണ്ടൻസ് എന്ന് പറയുന്നത് ഷിജു കിരിയത്ത്. അതിൽ കുറേയേറെ വാസ്തവമുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളെക്കാൾ കൂടുതൽ പ്രായമായ മനുഷ്യരിലേക്കാണ് ഈ ഹേറ്റ്, മറ്റുള്ളവരെ വെറുക്കുക. അത് മതത്തിൻ്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും ദേശത്തിൻ്റെ പേരിലായാലും ഒക്കെ മറ്റുള്ളവരെ വെറുപ്പിൻ്റെ കണ്ടൻറ്റുകൾ ഇങ്ങനെ തുടർച്ചയായി യൂട്യൂബേഴ്സ് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് അത്തരം ആളുകൾക്കൊക്കെ വലിയ ഫോളോവേഴ്സാണുള്ളത്. അത് കുട്ടികളിൽ മാത്രമല്ല വിഷം കുത്തിവെക്കുന്നത്, പ്രായമായ ആളുകൾ പോലും അവരുടെ ചരിത്രമൊക്കെ വിസ്മരിച്ച് അവർ അത്തരം വിഷങ്ങളിലേക്ക് അറിയാതെ അവർ വീണു പോകുന്ന അവസ്ഥയും ഒക്കെ ഉണ്ട്. ഏറ്റവും വലിയ അപകടം, ഇതിനേക്കാളുമൊക്കെ വലിയ അപകടം ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ശ്രീ ഷിജു കിരിയത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. ശശിരമ്പിള്ള പറയുന്നത് കുട്ടികളെ സൃഷ്ടിച്ചാൽ മാത്രം പോരാ, നല്ലവണ്ണം വളർത്താനും പഠിക്കേണ്ടിയിരിക്കുന്നു, അതില്ലാത്ത തകരാറാണ് കണ്ടുവരുന്നത് എന്ന് ശശിരമ്പിള്ള പറയുന്നത്. ഇപ്പം വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും വീട്ടുകാർ നല്ല രീതിയിൽ വളർത്തി അല്ലെങ്കിൽ അവർ നന്മ വേണം എന്ന് കരുതി വളർത്തി എന്നതുകൊണ്ട് മാത്രം ഒരാൾ നന്നാവും എന്നുമില്ല. വീട്ടുകാരും കൂടി ശ്രദ്ധിക്കേണ്ടത് കൂടി തന്നെയാണ്. അല്ലാതെ വളർത്തുദോഷം എന്നൊന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഓരോരുത്തർക്കും എല്ലാവർക്കും ഒരേ സാഹചര്യത്തിൽ കുട്ടികളെ വളർത്താനൊന്നും കഴിയണം എന്നില്ല. ഗുഡ് ഈവനിങ് കിരൺ. ഇറ്റ്സ് സോ സാഡ് ടു നോ ദാറ്റ് എ ടീനേജ് ഗേൾ could plan and execute the killing for her own grandfather. Juvenile court will come to her rescue. What would she do? The others is alarming എന്ന് പറയുന്നത്. അത് ഗീത മേനോനാണ് അങ്ങനെ ഒരു വിഷയം പറയുന്നത്. Geeta Chechi is right, but elders also inject hates in their children's brain. Definitely no space of love in their brain. I know you are an exception എന്ന് ഷിജു കിരിയത്ത് ചൂണ്ടിക്കാണിക്കുന്നു. പലപ്പോഴും കുട്ടികളുടെ ഇത്തരം കാര്യങ്ങളിൽ കുട്ടികളെ വഴിതെറ്റിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് മുതിർന്നവർക്ക് തന്നെയാണ്. അവരുടെ അച്ഛനായാലും അമ്മയ്ക്കായാലും അധ്യാപകർക്കായാലും പൊതുസമൂഹത്തിനായാലും ഒക്കെ അവരൊക്കെ കാണിക്കുന്ന വഴികളിലൂടെയാണ് കുട്ടികൾ പലപ്പോഴും സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരം അവരുടെ ശരിയായ വഴി തിരഞ്ഞെടുക്കുന്നതിൽ അവർക്ക് തടസ്സമായി നിൽക്കുന്നതും അവരുടെ മനസ്സിലേക്ക് മറ്റു പല ചിന്തകളുമൊക്കെ കടത്തിവിടുമ്പോൾ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളൊക്കെ കടത്തിവിടുമ്പോൾ ഓർക്കണം, അതിൽ മാത്രമായിരിക്കില്ല മറ്റു വഴികളും കുട്ടികൾ തെറ്റും എന്നുള്ളതൊക്കെ അതിന് മുതിർന്നവർക്ക് തന്നെയാണ് ഉത്തരവാദിത്തം. കിരൺ പറയുന്നത് പോലെയാണെങ്കിൽ എല്ലാ കുട്ടികളും അങ്ങനെ ആവണം, അല്ല നേരെ ചൊവ്വ അനുസരണയോടെ വളർത്തുന്ന കുട്ടികളൊന്നും അങ്ങനെ ആവുന്നില്ല. ശശിധരൻ പിള്ളയാണ് പറയുന്നത്. അങ്ങനെ നേരെ ചൊവ്വ അനുസരണയോടെ വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അങ്ങനെയൊന്നുമില്ല. കുട്ടികൾക്ക് എല്ലാവരെയും വീട്ടുകാരുടെ കുഴപ്പം കൊണ്ടല്ല കുട്ടികളൊക്കെ മോശക്കാരാവുന്നത്. കുട്ടികളെ നോക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു കുട്ടി മോശക്കാരനായാലും ഉടൻ അവൻ്റെ അച്ഛനും അമ്മയും വളർത്തുദോഷം എന്ന് പറയുന്നത് അത് ശരിയായ ഒരു നടപടിയല്ല. അതോടൊപ്പം തന്നെ മറ്റൊരു ഡൊണാൾഡ് ഡക്ക് പറയുന്നു, കിരൺ, നോട്ട് എവരി വൺ ഹു ഗാദേഡ് അറ്റ് ജന്തർ മന്ദിർ വാസ് എ സ്റ്റുഡൻറ്റ്. ദർ വാസ് ദോസ് ഇൻ ജാർഖണ്ഡ് വെയർ സ്റ്റുഡൻസ്. ഇൻ കേസ് യു ഓപ്പൺലി സപ്പോർട്ട് ദി അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ദോസ് കിഡ്സ് അറ്റ് ജന്തർ മന്ദിർ എന്ന് പറയുന്നത്. ഇത് പഴയ കാര്യമാണ്. താങ്കളിങ്ങനെ ആവർത്തിച്ച് ഞാൻ പലവണ എൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. നാളെ കോലം മാറി ആളെ കത്തിച്ചാലും കിരൺ ഇത് തന്നെ പറയും ശശിധരൻപിള്ള പറഞ്ഞു. ശശിധരൻപിള്ള ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, മറ്റുള്ളവരുടെ ശരീരത്തേക്ക് അല്ല, അവരുടെ ശാരീരികമായി പ്രയാസപ്പെടുത്തിക്കൊണ്ടല്ല ഒരാളെ സമരം ചെയ്യേണ്ടത്. നിങ്ങൾ അങ്ങനെ സമരം ചെയ്യാത്തിടത്തോളം കാലം നിങ്ങളുടെ സമരത്തെ ഏതെങ്കിലും തരത്തിൽ എതിർക്കേണ്ടതില്ല.
അധ്യാപികയുടെ കോലം കത്തിക്കുന്നത് കുഴപ്പമില്ല കിരൺ, കൊള്ളാം, നല്ല സംസ്കാരം എന്ന് പറയുന്നു. ആര്യനാട് 2099 ആണ് അങ്ങനെ പറയുന്നത്. അധ്യാപികയുടെ, രാജ്യത്തെ പ്രധാനമന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയൊക്കെ കോലം കത്തിക്കുമ്പോഴില്ലാത്ത എന്ത് കുഴപ്പമാണ് അധ്യാപികരുടെ കോലം കത്തിച്ചാൽ ഉണ്ടാകുന്നത് മനസ്സിലാവുന്നില്ല. എന്തായാലും രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ആ രാജ്യം ഭരിക്കുന്ന ആളുകളൊക്കെ ആണല്ലോ. അവരുടെയൊക്കെ കോലം കത്തിക്കുന്നതിന് ആർക്കും ഒരു വൈകാര്യതയും തോന്നിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ കോലം കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അധ്യാപികയുടെ കോലം കത്തിച്ചാൽ അങ്ങനെ വൈകാര്യത തോന്നേണ്ട പ്രത്യേകിച്ച് കാരണമൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ ആവാം. ശോഭായാത്രയിൽ കുട്ടികൾ ശ്രീകൃഷ്ണ വേഷം കെട്ടുന്നു. ശ്രീകൃഷ്ണൻ സ്വന്തം അമ്മാവൻ കംസനെ വധിച്ച ആളാണ്. കുട്ടികളെ കൊണ്ട് അത്തരം വേഷം കെട്ടിക്കുന്നത് ശരിയോ എന്ന് AK കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. AK കൃഷ്ണൻകുട്ടി അങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ നന്മകൾ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ നാടിനുള്ളത്. അല്ലാതെ ഒരാളുടെ അക്രമവാസനെ പറഞ്ഞു പഠിപ്പിക്കുന്ന രീതിയല്ല ഉള്ളത്. അതുപോലെ അങ്ങനെ ഇപ്പോൾ ചരിത്ര കഥാപാത്രങ്ങളെ ആരെ എടുത്താലും അവർക്കൊക്കെ യുദ്ധത്തിൻ്റെയും മോശപ്പെട്ട ചരിത്രമായി ആരും ഒരു ഇതിഹാസത്തിലെ ഒരു നായകനും അങ്ങനെ എല്ലാം തികഞ്ഞവരല്ല. ഇവർക്കെല്ലാം കുഴപ്പങ്ങളും നന്മയും കാണാം. അതിൽ നന്മകളാണ് കുട്ടികൾ അറിഞ്ഞു പഠിക്കേണ്ടത്. പിന്നെ ഇത്തരം തിന്മകൾ കൂടി ചേരുന്നതാണ് ലോകമെന്നും അറിഞ്ഞു തന്നെ വളരണം. നല്ലത് ചെയ്യുന്നവരെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന നാടാണിത്. പിന്നെ എന്തു പറയാൻ. കിരൺ എപ്പോഴും പരിപ്പായി എന്നാണ് പറയുന്നത്, പാരിപ്പായി എന്നാണ്. ക്ഷമിക്കണം, ഞാനത് ഈ ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കുന്നത് വായിക്കുമ്പോൾ ഒരേ സ്പെല്ലിംഗ് ആയതുകൊണ്ട് അങ്ങനെ ആയിപ്പോകുന്നതാണ്. ഇനി ഞാൻ പരമാവധി ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകളും ഇതിൽ നല്ലൊരു പങ്കുണ്ട്. ക്രിമിനൽ കേസിൽ പെടുന്നവരെ സഹായിക്കുന്ന ചിലർ പുറത്തുണ്ട്. പിന്നെ എന്ത് കുറ്റം ചെയ്താലും ശിക്ഷയില്ല എന്നത് കൂടിയാണെന്ന് ദിനേശ് പറയുന്നു. ജോസ് പറയുന്നു, ഒരു ചെറുവിരലിൻ്റെ മറമതി ക്രിമിനലിസം കാണിക്കാൻ രക്ഷാകർത്താക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അജിത് കുമാർ മാറോളി പറയുന്നു, മതവിശ്വാസവും ധാർമ്മികതയുമായി യാതൊരു ബന്ധവുമില്ല. അമിതമായ കമ്പോളവൽക്കരണമാണ് പ്രധാന കാരണം. ആഗ്രഹിച്ച കാര്യം കിട്ടാൻ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഇന്നത്തെ പല കുട്ടികളും. അജിത് കുമാറിൻ്റെ മാറോളിയുടെ അഭിപ്രായം ഗൗരവമുള്ള അഭിപ്രായമാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. എന്തായാലും ഞാൻ പറയുന്നത് ഇതൊക്കെ നിങ്ങളുടെ അനുയായികളെ പഠിപ്പിക്കണം. അവരാണ് കൃഷ്ണക്ഷേത്രം, അതൊക്കെ പോട്ടെ, അവർ തമ്മിലുള്ള തർക്കമാണ്. നമുക്ക് ശ്രീചന്ദ്രൻ നായരിലേക്ക് വരുന്നത്. ശ്രീചന്ദ്രൻ നായർ, ഈ ചെറുപ്രായത്തിൽ ഈ കുട്ടികൾ ഇത്ര വലിയ ക്രിമിനൽ പ്രവൃത്തിയൊക്കെ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യുമെന്നൊക്കെ കേട്ടാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ്. എന്തുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ഈ തരത്തിലേക്ക് എത്തുന്നത്? ഇവരൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ് എന്നുകൂടി പോലീസ് ഗൗരവമായി സംശയിക്കുന്നുണ്ട്. കിരൺ സാർ നമസ്തേ. നമസ്കാരം. ടീനേജ് പ്രായത്തിലേക്ക് കടക്കുന്ന ഈ കുട്ടികൾ വലിയ തീരുമാനങ്ങളാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അതിനകത്ത് സമൂഹവും രക്ഷകർത്താക്കളും. ഞാൻ അങ്ങനെ പറഞ്ഞ എന്താ വെച്ചാൽ, അധ്യാപകർക്ക് ഇപ്പോൾ ചില നിയന്ത്രണങ്ങളുണ്ട്. അവരെന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളാകുന്നുണ്ട്. അതിനകത്തും കാരണക്കാരെന്താണെന്ന് വെച്ചാൽ രക്ഷകർത്താക്കൾ തന്നെയാണ്. എന്ന് വെച്ചാൽ തന്റെ കുഞ്ഞിനെ എന്താണെന്ന് വെച്ചാൽ ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പോയി രക്ഷകർത്താവ് ചെന്ന് അധ്യാപകനെ വഴക്ക് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അവരെന്താ വെച്ചാൽ ഇപ്പൊ പിന്മാറി നിൽക്കുകയാണ്. സമൂഹത്തിന് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സാർ. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയൽവക്കത്ത് സഞ്ചരിക്കുന്ന കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കണം. അവരെ എന്താന്ന് വെച്ചാൽ നിയന്ത്രിക്കണം. അതിനു വേണ്ടിയിട്ട് രക്ഷകർത്താക്കളും സംഘടനകളും, പിന്നെ അത് കൂടാതെ തന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഓരോ സ്ഥലത്തും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിഡൻസ് അസോസിയേഷനുകളുണ്ട് സാർ. അവരൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ജാഗ്രത പാലിച്ചു കഴിഞ്ഞാൽ മേലിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ സലീമാണ് മലപ്പുറത്ത്. ശ്രീ സലീം, താങ്കൾ പറഞ്ഞോളൂ. സാർ നേരത്തെ കട്ടായി പോയി. അതാ പറഞ്ഞോളൂ. പിന്നെ ഓരോ വീട്ടിലും ആവശ്യങ്ങൾ ഓരോ ദിവസം വർദ്ധിച്ചു വരികയാണ്. അത് പരസ്പര മത്സരം വളരെയധികം കൂടിയ സമയത്ത് കുട്ടികൾക്ക് നിരവധി ആവശ്യങ്ങളാണ്. പിന്നെ കുട്ടികൾക്ക് പഴയ പോലെ കുടുംബ ബന്ധങ്ങളിൽ ഒട്ടും താല്പര്യമില്ല. ബന്ധു വീട്ടിലേക്ക് പോകാനോ അവിടെ ഒരു നല്ലൊരു വിവാഹത്തിൽ വരെ പങ്കെടുക്കാൻ കുട്ടികൾക്ക് താല്പര്യമില്ല. അതേ സമയത്ത് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും, എത്ര സമയം സ്പെൻഡ് ചെയ്യും. പിന്നെ ഈ മയക്കുമരുന്നിനെ കുറിച്ച് നമ്മൾ മുതിർന്നവർക്കുള്ളതിന്റെ 10-1 വേവലാതി ഇന്നത്തെ കുട്ടികൾക്കില്ല. കാരണം അവരിത് ഒന്നും ഡെയിലി കണ്ട് ശീലിച്ച പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇടക്കാലത്ത് നമ്മൾ ദൈവഭയം കൂട്ടാൻ വേണ്ടിയിട്ട് മതപഠനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അത് അവസാനം മതം പഠിച്ചു വന്നപ്പോൾ വിപരീത ഫലം ഉണ്ടായോ എന്നുള്ളൊരു സംശയവും എനിക്കുണ്ട്. പിന്നെ ഗുരു ശിഷ്യ ബന്ധം എന്ന ഒരു സംഗതി ഇന്നത്തെ വളരെ കുറവാണ്. കാരണം ഗുരുവും ശിഷ്യനും ഒരുപോലെ AI-യെ ആശ്രയിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഇതൊക്കെ തന്നെയാണ് അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സലീം. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഒരു കിളി പാടി ചിങ്ങ
തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനീഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ് ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാടാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനീഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ് ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാടാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനീഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ് ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. പതിമൂന്ന് വയസ്സ് മാത്രമുള്ള 8ാം ക്ലാസ്സുകാരിയെ ആസൂത്രണം ചെയ്ത് 17കാരായ 4 കുട്ടികൾ ചേർന്ന് ഒരു കൊലപാതകം നടപ്പാക്കുന്നു. അതും സ്വന്തം അപ്പൂപ്പനെയാണ് കൊലപാതകം ചെയ്യുന്നത്. ഈ കുട്ടികളെല്ലാം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ് എന്ന് പോലീസ് പ്രാഥമികമായി കണ്ടെത്തുന്നു. മറ്റൊരു കുട്ടിക്ക് മൊബൈൽ ഉപയോഗിക്കരുത്, അമിതമായി ഉപയോഗിച്ചതിന് വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ മൊബൈൽ എടുത്തതിൻ്റെ പേരിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. പെട്ടെന്ന് CPR നൽകി രക്ഷപ്പെടുത്താൻ ഒരു പോലീസുകാരനുണ്ടായതുകൊണ്ട് ജീവിതത്തിലേക്ക് വരുന്നു. ഈ മൊബൈൽ ഉപയോഗം തടഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ അക്രമാസക്തരാകുന്ന കുട്ടികൾ, മയക്കുമരുന്ന് സ്കൂൾ ഘട്ടത്തിൽ തന്നെ ഉപയോഗിക്കുന്ന കുട്ടികൾ, അതിൻ്റെ പേരിൽ ക്രൈം പലതും ചെയ്തു കൂട്ടുന്ന കുട്ടികൾ, ഇവരൊക്കെ കൂടുകയാണ്. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാധാകൃഷ്ണനാണ് വൈറ്റിലയിൽ നിന്നും. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ആവുന്നത്? ഇതിനെ തടയാൻ നമുക്ക് എന്ത് ചെയ്യാനാവും? നമസ്കാരം. നമസ്കാരം.
നമ്മൾ ഈ കുട്ടികളിൽ വരുന്ന മാറ്റം അത് വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. അതിലുണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ കുട്ടികൾ. അതുപോലെ ഈ ആവശ്യമുണ്ട് കാശ് ആവശ്യപ്പെടും, അനാവത്ത് ചെലവുകള്, കാശുകള് എന്ത് ചെയ്യണ് എന്നൊക്കെ കുറെ ശ്രദ്ധിക്കണം. അതുപോലെ അധ്യാപകരും സ്കൂളിലൊക്കെ വരും മാറ്റങ്ങൾ പിള്ളേര് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതനുസരിച്ച് ഇതിപ്പോ എന്ന് വെച്ചാല് കുട്ടികളെ പറ്റി ഒരു കുറ്റം പറഞ്ഞാല് അധ്യാപകർക്കെതിരെ പരാതി കൊടുക്കുന്ന ഒരു ഇതായി മാറി. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതൽ അധ്യാപകരും വിചാരിക്കും ഒന്ന് കണ്ണടക്കും. കാരണം പരാതി പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടുകാരോട്, അവർ ശ്രദ്ധിക്കില്ല. അപ്പൊ എന്റെ കുട്ടി നല്ലതാണെന്ന് എല്ലാരും പറയുള്ളൂ. ആ രീതിയിൽ പോണ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ. പണ്ട് കാലത്തല്ല, ഇപ്പോഴും മാറ്റങ്ങളും ഇതുണ്ട്. ഈ പിള്ളേരിലൊക്കെ ഇപ്പൊ ഈ ആൺകുട്ടികളിൽ കാണുന്ന ഒരു ശീലമാണ് ഇതിപ്പോ പെൺകുട്ടികളിലും വന്നേക്കണം. ആണ് പെണ്ണൊന്നില്ലാത്ത രീതിയിൽ കുട്ടികളിലൊക്കെ ഇപ്പൊ ഇത് വളർന്നിട്ടുണ്ട്. അത് ലഹരി ഉപയോഗിച്ച ചില സ്കൂളുകളിലൊക്കെ ഉണ്ടെന്ന് ലഹരി ഇത് ചെയ്യുന്ന അധ്യാപകർക്ക് അറിയാം. പക്ഷെ അവര് പുറത്ത് പറയില്ല. അവർക്കും പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവര് ഇത് ചെയ്യണത്. കുട്ടികള് ഇപ്പൊ നമ്മള് സിറ്റിയുടെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഓരോരോ സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ ഇരിക്കുന്നതും പിടിക്കുന്നതൊക്കെ. അതൊക്കെ ഇവര് ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അവിടെ. ആ ലഹരി തടയാൻ പറ്റണില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കുട്ടികളിൽ ഇത് ഒന്നുമില്ല. ഇപ്പൊ ഈ കുട്ടിയുടെ അമ്മ തന്നെ 13 വയസ്സുള്ളൂ. അമ്മ തന്നെ വേറെ കല്യാണം കഴിച്ച് പോയതാണ്. അപ്പൊ എന്തോ ഹോസ്പിറ്റൽ എന്തോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ അപ്പൊ നോക്കാനും പിടിക്കാനും ആളില്ല, എവിടെ പോകണം എന്ത് വന്ന്. പിന്നെ ഈ പഴയപോലെ നാട്ടുകാരൊന്നും ഇത് ചെയ്യില്ല. ഇപ്പൊ അത് ചെയ്യാൻ പറ്റൂല. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നാട്ടില് പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ എന്താണ് ഏതാന്നൊക്കെ തിരക്കും ഇത് ചെയ്യും. ഇപ്പൊ ഒരു വീട്ടില് എന്തെങ്കിലും ഇതുണ്ടെങ്കിലും ഇങ്ങനെ കൂടി നിൽക്കണമെങ്കിലും ഒന്നും ആരും തിരക്കൂല, എവിടെ പോയിന്ന് പോലും ചോദിക്കൂല. കാരണം പിള്ളേരൊക്കെ വയലന്റ് ആണ്. ആ ഒരു ഇതിലാണ് പോണത്. അപ്പൊ സമൂഹത്തില് കുറെ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ കുറച്ച് ഇത് ചെയ്യണം. കുറച്ച് അധ്യാപകരും വീട്ടുകാരും ഒക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. അല്ലെങ്കിൽ കൈവിട്ടു പോവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി കിട്ടിയിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ അച്ഛനാ മകൻ കൊല്ലണ്, ഒരു മടിയില്ല. കാരണം ഇത് നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പുറത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരാളെ തല്ലണ വേണ്ട നമുക്കൊരു ഇതാണ്. കാരണം ഇത് ഇപ്പൊ അതൊന്നുമില്ല. സ്വന്തക്കാരെ അല്ലെങ്കിൽ ഇത് ഈ അമ്മുമ്മയെന്നൊക്കെ പറഞ്ഞ അച്ഛനേക്കാൾ കൂടുതൽ സ്നേഹിച്ച് വളർത്തണതാണ് ഈ അപ്പൂപ്പൻ. അമ്മുമ്മയല്ല, അപ്പൂപ്പൻ. അച്ഛനേക്കാൾ കൂടുതൽ സ്നേഹം കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതാണ്. പണ്ട് കാലത്തെ ആണെങ്കിലും ഒക്കെ ഇപ്പോഴും കുട്ടികൾക്ക്, നല്ല കുട്ടികൾക്ക് എപ്പോഴും അപ്പൂപ്പനോടായിരിക്കും സ്നേഹം അച്ഛനേക്കാൾ കൂടുതൽ. പക്ഷെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കണം? ഇതൊക്കെ ലഹരിയുടെ പുറത്ത്. ലഹരി എങ്ങനെ ഈ കുട്ടികളിൽ എത്തണം? എന്ത് സംഭവിക്കണം? ശ്രീ ഓമനക്കുട്ടനാണ്, കൊല്ലത്തു നിന്നാണ്. ശ്രീ ഓമനക്കുട്ടൻ, എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇത്തരമൊരു വിചിത്രമായ ലോകത്തേക്ക് എത്തപ്പെടുകയും അതൊക്കെ അവിടെ അവരാലോചിച്ചു കൂട്ടി നടപ്പാക്കുകയും ഒക്കെ ചെയ്യുന്നവരായി മാറുന്നത്? എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിനകത്ത് നിന്ന് പിന്തിരിഞ്ഞു പോകാൻ പറ്റത്തില്ല. കാരണം സമൂഹം അങ്ങനെ ആയിപ്പോയി. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്റെ സമൂഹത്തെയായിരുന്നു. എന്റെ അച്ഛനെ എന്റെ അമ്മയെ ആയിരിക്കില്ല എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത്, എന്റെ സമൂഹത്തെയായിരുന്നു. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അയൽക്കാരനെ. അയൽക്കാരെന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരന്റെ അച്ഛൻ. കാരണം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവര് വന്ന് എന്റെ വീട്ടിൽ പറയുമല്ലോ എന്നുള്ളൊരു പേടി, എനിക്ക് ഭയമുണ്ടായിരുന്നു. അധ്യാപകരെ എനിക്ക് ഭയമായിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെ ഇല്ല. ഒരു കാരണവശാലും നമുക്ക് ഒരിക്കലും ഈ സമൂഹത്തെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല, മാറത്തുമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതാണ്. അങ്ങനെ നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ലല്ലോ. നമുക്ക് നമ്മുടെ കുട്ടികളെ തീർച്ചയായും എഴുതി തള്ളാനേ പറ്റും. നമ്മുടെ കുട്ടികളെ നമുക്ക് ഏത് വിധേനയും ഈ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ. മയക്കുമരുന്ന് മാത്രമല്ല നമ്മളെ ചിന്താഗതി ഇതിന്റെ പ്രധാന ഘടകമാണ്. അതെ, മയക്കുമരുന്നെന്ന് പറയരുത്, നമ്മൾ ചിന്താഗതി. ഞാൻ ചിന്തിക്കുന്നത് ഗുണ്ടായിസം എന്ന് പറഞ്ഞാൽ എന്റെ പിന്നിൽ ആളുണ്ട്, എനിക്കൊന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല. അതൊരു പ്രധാന ഘടകവും കൂടെ. മനസ്സിലായില്ലേ? മറ്റുള്ളവരെ കണ്ട് അവൻ ചെയ്യുന്ന പ്രവൃത്തികളെ കണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ഹീറോയിസം. ഗുണ്ട എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഹീറോയിസം. ഇത് കണ്ട് കുട്ടികൾ വളരുകയാണ്. മനസ്സിലായില്ലേ? നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. തോന്നുന്നുണ്ടോ? ശ്രീ ഓമനക്കുട്ടൻ, അങ്ങനെ നമുക്ക് പ്രതീക്ഷ കൈവിടാൻ കഴിയില്ല. നമ്മുടെ കുട്ടികളാണ് ഈ നാടിന്റെ ഭാവിയാണ്. അവരെ നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ, അവർ നന്നാവില്ല എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാൻ കഴിയില്ല. എന്ത് വിധേനയും എന്ത് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചാലും ആ സമൂഹത്തെ നേരായ വഴിക്ക് മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവും. ആ ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. ഉണ്ട്. എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? അതാണ് ഞാൻ പ്രധാനമായും പറഞ്ഞത്. നമുക്ക് പല ഇത്തരം ഈ വിഷയത്തൊക്കെ ഗൗരവമായി പഠിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം ഒരു ഭാഗത്ത്, മറ്റ് ഒരു ലോകത്ത് അവർ സമാന്തരമായ അച്ഛനും അമ്മയും കുടുംബവും അല്ലെങ്കിൽ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ചേരുന്ന ഒരു ലോകത്ത് നിന്നും അവർ അവരുടേതായ ഒരു സമാന്തര സൈബർ ലോകത്ത് വിഹരിക്കുന്നു. സ്വാഭാവികമായും അവിടെ അതൊരു നമ്മൾ കാണുന്നതിനപ്പുറം ഒരു പാരൽ വേൾഡാണത്. അവിടെ മറ്റ് ചില ജീവിതങ്ങളൊക്കെയാണ്.
അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മടക്കി കൊണ്ടുവരാനും ഒക്കെ കഴിയണം. എന്നാൽ ഇതെല്ലാം ചേർന്നാലേ നടക്കും. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക്? ഒന്ന് പറഞ്ഞുതരാമോ? എനിക്ക് ഒന്ന് പറഞ്ഞു. ശ്രീ ഓമനക്കുട്ടൻ, ഞാൻ പറഞ്ഞില്ല, ഈ രംഗത്ത് ആധികാരികമായി പഠിക്കുകയും വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വിദഗ്ധരുടെ ലേഖനങ്ങളും അവരുടെ സംസാരവും ഒക്കെ കേട്ടതിൽ നിന്ന് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. അല്ലാതെ ഞാൻ ഈ രംഗത്തൊരു വിദഗ്ധനായ ഒരാളല്ല. പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ പൊതുസമൂഹവുമായി ഉള്ള ഒരു സാമൂഹ്യ ബന്ധത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ. അത് പൊതുസമൂഹമായാലും അച്ഛനമ്മമാരായാലും സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും ഒക്കെ ആ സമൂഹത്തിൽ നിന്ന് അവർ വിട്ട് ഒറ്റയ്ക്ക് ഒരു ജീവിതം, അവർക്ക് മറ്റൊരു പാരൽ വേൾഡ് ഉണ്ട്. ആ പാരൽ വേൾഡിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും അറിയുന്നില്ല. അവരുടെ അതെല്ലാമായ മൊബൈൽ വഴിയുള്ള ഒരു ലോകമാണ്. അമിത സ്നേഹം ഇന്നത്തെ ഏറ്റവും വലിയൊരു പോരായ്മ. അതും കാണും, അതും കാണാൻ സാധ്യതയുള്ളത്. മക്കളിൽ തന്തയും തള്ളയും കാണിക്കുന്ന അമിത സ്നേഹം അതൊരു പോരായ്മ തന്നെയാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഓമനക്കുട്ടൻ, ശ്രീ ഷാജിയാണ് ഇടത്തുവായിൽ നിന്നാണ്. ശ്രീ ഷാജി, ഇടത്തുവാക്കാരൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് നടന്ന കേട്ടില്ല. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഇവരുടെ രക്ഷകർത്താക്കൾ. 13 വയസ്സുള്ള ഈ കുട്ടി ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്താൽ നാളെ ഇനി വിടും, പ്രായപൂർത്തിയാകാത്തതിന്റെ പേരിൽ വിടില്ല സാർ. അല്ല, കുട്ടിയെ വിടുന്നോ ഇല്ലയോ എന്ന് വെച്ചാൽ ആ കുട്ടി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ അത്തരം ഒരു ക്രിമിനൽ മെന്റാലിറ്റിയിലേക്ക് നയിച്ചതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിന് കൂടിയല്ലേ? സമൂഹത്തിൽ രക്ഷകർത്താക്കൾക്കാണ് ഇതിന്റെ. രക്ഷകർത്താക്കളായാലും ആരായാലും അവർക്ക് പൊതുസമൂഹത്തിനും നമ്മുടെ സംവിധാനങ്ങൾക്കും എല്ലാം അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്ത് അതിന് എത്ര ക്രൂരമായ തെറ്റായാലും ആ കുട്ടി എന്ന നിലയ്ക്ക് അതിനെ തിരുത്തിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് തിരുത്തി തന്നെ എടുക്കണ്ടേ? 13 വയസ്സ് മാത്രമല്ലേ പ്രായമുള്ളൂ. അതാ പറഞ്ഞത്. ശരി, ശ്രീകൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീകൃഷ്ണൻകുട്ടി, എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ വിചിത്രമായ ലോകത്ത് നിന്ന് വിചിത്രമായ രീതിയിൽ നമുക്കൊരിക്കലും സാമാന്യ ലോജിക്കിന് യോജിക്കാൻ കഴിയാത്ത രീതിയിൽ ചിന്തിക്കുകയും ഇങ്ങനെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുമ്പോൾ ഒരു കോമൺ സെൻസ് ഉള്ള ഏത് കുട്ടിയും ഇത് നാളെ തന്നെ പിടിക്കപ്പെടും എന്ന് തിരിച്ചറിയണമായിരുന്നു. അല്ല, ഇത് കൊണ്ടുവന്ന് നമുക്ക് നാളെ മൊബൈൽ ഫോൺ ഐഫോൺ വാങ്ങാമെന്നോ അല്ലെങ്കിൽ ആഡംബര ബൈക്ക് വാങ്ങാമെന്നോ ഒന്നും കഴിയില്ല എന്നുള്ള സാമാന്യ ബുദ്ധി ഒക്കെ 8ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കുട്ടികൾക്ക് ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ ഈ കൊലപാതകമൊക്കെ നടപ്പാക്കിയ 17 വയസ്സുകാർക്കെങ്കിലും ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു ലോകത്ത് ഒരു വിഭാഗം കുട്ടികളെങ്കിലും വിഹരിക്കുന്നു. എന്താവും കാരണം? നമസ്കാരം. പെട്ടെന്ന് കട്ടിയല്ലേ? ഇതെന്ന് വെച്ചാല് കുട്ടികളുമായിട്ടുള്ള എന്റെ ഒരു ബന്ധം എന്ന് പറയുന്നത് ചില വിശദമായിട്ട് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ കുട്ടിയായിരിക്കുമ്പോ ഈ പറയുന്ന 13-14 വയസ്സുള്ള പ്രായത്തില് ഞങ്ങള് അഖില കേരള ബാലനന്ദ സെക്ഷൻ ഉണ്ട്, മലയാള മനോരമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന. അതിൽ അംഗമായി പ്രവർത്തിച്ചാണ് എന്റെ ഒരു സാമൂഹ്യ പ്രവർത്തനം ആരംഭിക്കുന്നത്. അഖില കേരള ബാലൻസൊക്കെയായിട്ട് അഫിലിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കുട്ടികളുടേതായ ഒരു കൂട്ടം കൂടലുണ്ടായിരുന്നു ഞായറാഴ്ചയൊക്കെ. അവിടെ പാട്ട് പാടുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ഒരു സാമൂഹികമായ രീതിയിലാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത്. ഇപ്പൊ ചെയ്യുന്നത് ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്ന ഒരു വാർത്തയുണ്ടല്ലോ. അതായത് 2-3-4 കുട്ടികൾ ബാലസംഘത്തിന്റെ ഒരു ചെറിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ 25 ലക്ഷം ആളുകൾ ലൈക്ക് ചെയ്തു എന്നാണ് നമ്മൾ വാർത്തയിൽ വായിച്ചത്. താങ്കളും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 25 ലക്ഷം പേർ ലൈക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് അത് കണ്ട് അസൂയ കൊണ്ടവര് മഹാബലിയെ പാതാളത്തിൽ ചവിട്ടിത്താഴ്ച എന്ന് പറഞ്ഞ പോലെ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് അത് വെട്ടിക്കളഞ്ഞു. ഇന്നലെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ കുട്ടികളെ വിളിച്ച് സംസാരിച്ചു. ഇന്നലെ പിന്നെ ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിലേക്ക് ആ കുട്ടികളെ ചീഫ് ഗസ്റ്റുകളായിട്ട് വിളിച്ച് അവിടെ സ്വീകരണം കൊടുത്തു. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യങ്ങളാണ്. അപ്പൊ കുട്ടികൾക്ക് പൊതുവിടങ്ങളിൽ പ്രവർത്തിക്കാനുള്ള വേദികൾ ഉണ്ടാവുക എന്നൊരു കാര്യമാണ്. ചില ആളുകൾ കുട്ടികളെ വളർത്തുന്നത് കുട്ടികൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടാതെ അങ്ങനെ പോയി കഴിഞ്ഞാൽ വഴി പഴിച്ചു പോകും, അതുകൊണ്ട് വീട്ടിൽ തന്നെ വളർന്നാൽ മതി എന്നുള്ള രീതിയിൽ അടിച്ചൊതുക്കി വളർത്താൻ ശ്രമിക്കുന്നവരുണ്ട്. ഈ കുട്ടികളുടെ സാഹചര്യം ഒന്നും നമുക്കറിയില്ല, എങ്ങനെയാ വളർന്നതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ ഇന്ന് വാർത്ത ഈ നമ്മുടെ 4 മണിയായപ്പോഴാണ് TV ഓൺ ചെയ്യുന്നത് തന്നെ. അതുവരെ എനിക്ക് അറിയില്ല അതിങ്ങനെ സംഭവം നടന്ന കാര്യം. അല്ലെങ്കിൽ ഞാനത് കുറച്ചും കൂടെ വിശദമായിട്ട് പഠിച്ചിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാല് ഇപ്പൊ കഴിഞ്ഞ വേനൽക്കാലത്ത് ഈ ബാലസംഘത്തിന്റെ ഒരു ഗ്രാമോത്സവം എന്ന് പറഞ്ഞ പരിപാടി എന്റെ വീട്ടിന്റെ മുറ്റത്താണ് നടത്തിയത്. 100 കുട്ടികൾ പങ്കെടുത്തു. ഈ ചുറ്റുവട്ടത്തുള്ള 100 കുട്ടികൾ, എല്ലാ കുട്ടികളും വന്നു. അവർക്ക് ഞങ്ങൾ നോട്ട് ബുക്കും അങ്ങനെ സമ്മാനങ്ങളും കൊടുത്തു. പിന്നെ ഞങ്ങൾ അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൂട്ടി ക്വിസ് പ്രോഗ്രാം നടത്താറുണ്ട്. ഇങ്ങനെ കുട്ടികളെ സമൂഹത്തിൽ നമ്മളോട് ചേർത്ത് നിർത്തുന്ന കുറെ പരിപാടികൾ
മുതിർന്നവർക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കട്ടിയയില് ഞങ്ങൾക്ക് മണിവല്ല ഒരു ക്ലബ്ബുണ്ട്, എക്സിക്യൂട്ടീവ് ക്ലബ്ബ് എന്നാണ് ക്ലബിന്റെ പേര്. ഈ ക്ലബിലുള്ളവർ ഞങ്ങളെ പോലുള്ള മുതിർന്ന ആൾക്കാർ, അതിനകത്ത് റിട്ടയർഡ് IAS കാരുണ്ട്, IPS കാരുണ്ട്, ബാങ്കിൽ നിന്ന് റിട്ടയർ ആയവരുണ്ട്, കോളേജ് പ്രിൻസിപ്പൽ ഉണ്ട്. പിന്നെ പ്രസംഗത്തിന് ലോക റെക്കോർഡ് നേടിയ 77 മണിക്കൂർ പ്രസംഗിച്ച് ലോക റെക്കോർഡ് നേടിയ ബിനു കണ്ണന്താനം എന്ന് പറയുന്ന ഗിന്നസ് ബിനു കണ്ണന്താനം എന്ന് പറയുന്ന ആളാണ് എന്റെ പ്രസിഡന്റ്. ഞങ്ങൾ മണിവിലെ സെന്റ് ജോർജ് സ്കൂളില്, അതായത് എന്റെ ഭാരത വിദ്യാലയം, ഞങ്ങൾ ആ സ്കൂളില് സിവിൽ സർവീസ് പരീക്ഷയൊക്കെ എങ്ങനെ തയ്യാറെടുക്കാമെന്നുള്ള രീതിയിൽ അവരെ പഠിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് 50 കുട്ടികളാണ് ആ സ്കൂളിലുള്ളത്. കുട്ടികളെ നമ്മുടെ സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾക്ക് താങ്കളുടെ ജീവിതാനുഭവത്തിൽ നിന്നും ഈ പുതിയ തലമുറയിലെ ചില കുട്ടികളെങ്കിലും ഈ തരത്തിൽ മാറാനുള്ള കാരണം എന്താണെന്ന്? പ്രിയപ്പെട്ട കിരൺ, ഓരോ ദിനവും പുലരുമ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വർത്തമാനങ്ങളും വാർത്തകളും നമ്മെ ഏറെ ആശ്ചര്യപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് ഒരു സത്യമാണല്ലോ. കാരണം കേവലം 13 വയസ്സുള്ള ഒരു കുട്ടി, അതും പെൺകുട്ടി, ഒരു ക്രിമിനൽ സംഘത്തിന്റെ തലേവിയാകുക. അതേപോലെ തന്നെ ഇന്നലെ രാത്രി വീട്ടിലേക്ക് കടന്നു വന്ന മകൻ 2 മണിക്ക് രാത്രി അച്ഛനെ അടിച്ചു കൊല്ലുന്നു. നമ്മുടെ തലമുറക്ക് എന്തു പറ്റി? നമ്മൾ മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്ന നമുക്കെവിടെയാണ് പിഴവ് പറ്റിയത്? പഠനം നടത്തേണ്ടതാണ്. ഇത് വെറും സൈക്കോളജിക്കൽ ആയിട്ട് മാത്രമല്ല, ഇത് വളരെയേറെ പഠനം നടത്തേണ്ട ഒരു വിഷയമാണ്. കാലങ്ങൾ പഴയ കാലമല്ല. നമ്മളെല്ലാം വളർന്ന ചുറ്റുപാടും ഇപ്പോൾ കുട്ടികൾ വളരുന്ന ചുറ്റുപാടും വ്യത്യസ്തമാണ്. ഞാൻ വളരുന്ന കാലഘട്ടത്തിൽ എനിക്കറിയാം, ഞാൻ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ അന്ന് സാഹിത്യമായ സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നു, ജയിക്കുന്നു. അതെനിക്ക് ഉണ്ടാക്കിയ ഒരു സന്തോഷവും അത്ഭുതവും എനിക്കുണ്ടാക്കുന്ന ഒരു ആഹ്ലാദവും ഇപ്പോഴും എനിക്കത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കാരണം അധ്യാപകർ നമ്മളെ വളർച്ച കാണാൻ കൊതിക്കുന്നവരാണ്. ആ വളർച്ചയിൽ അവർ ആനന്ദിക്കുന്നവരാണ്, സന്തോഷിക്കുന്നവരാണ്. അന്നത്തെ ഒരു കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടം, ഇന്ന് സോഷ്യൽ മീഡിയ വല്ലാതെ വളർന്നപ്പോൾ ഉണ്ടായ അപാകതയാണോ അല്ല അതിൽ നിന്ന് കുട്ടികൾ പ്രചോദിതയാകുകയാണോ, പ്രചോദനം കിട്ടുകയാണോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചർച്ചകളും സംവാദങ്ങളും പൊതുസമൂഹത്തിൽ വേണം. ഇപ്പോൾ ഈ ഒരു ചർച്ചയും പൊതുസമൂഹത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതാണ്. വെറും ന്യൂസ് 18 മാത്രമല്ല. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ റഷീദ്. ശ്രീ പൊതുസമൂഹം ആ തരത്തിൽ ചിന്തിക്കുകയും പൊതുസമൂഹം അത്തരത്തിലേക്ക് എവിടെയാണ് കുഴപ്പം, നമുക്ക് മറ്റുള്ളവരെ കുട്ടികളെ കുറ്റം പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ല. അവരെ തിരുത്താനും അവരെ നേർവഴിക്ക് നയിക്കാനുമുള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായും പൊതുസമൂഹത്തിലുണ്ട്. ലാലുവാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ലാലു, താങ്കൾ എങ്ങനെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എവിടെയോ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സാമൂഹിക ഘടനയിൽ ചില പിഴവുകളുണ്ട് എന്നത് വ്യക്തമാണ്. എവിടെയാണ് ആ പിഴവെന്നാണ് താങ്കൾ കരുതുന്നത്? ഇതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന്, നമ്മുടെ ചെറുപ്പത്തിലെ നല്ല ഇതായിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത്. നല്ല കൂട്ടും കളിക്കാനുള്ള ഒരു ഇതും ഗ്രൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ അങ്ങനെയല്ല. ഇതിനകത്ത് മൊത്തത്തില് രാഷ്ട്രീയക്കാരും എല്ലാം ഇടപെട്ട് ഒരു മയക്കുമരുന്ന് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ പോലീസ് അതിനകത്ത് സപ്പോർട്ട് ചെയ്യലും രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾ കൊണ്ടും, അതേപോലെ തന്നെ ഒരു പിള്ളേര് നേരത്തെ ഒരു മണിമലയെന്ന് വിളിച്ച ഒരാള് പറയണുണ്ടായിരുന്നു, അയാൾ പക്ക രാഷ്ട്രീയമാണ് പറഞ്ഞത്. പിണറായി അങ്ങനെ പറയരുത്. അതേ മുഖ്യമന്ത്രി അവരുപദേശിക്കുക, ഇന്ന് പഠിക്കും മക്കളെ, നിങ്ങൾ പഠിച്ചൊരു നല്ല രീതിയിൽ വളരാ അവരൊക്കെ. അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയം പറയും നല്ല കാര്യങ്ങൾ. ഒരു 15 വയസ്സാവുമ്പോഴേക്കാണ് കുട്ടികൾ പഠിക്കണം. പഠനം എന്ന് പറയുന്നത് പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല. പഠനം അല്ല ഇത്തിരി അലമ്പായ പിള്ളേരായിരിക്കും നല്ല രീതിയിൽ പാഠപുസ്തകങ്ങൾ മാത്രമല്ല, അവർ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു രീതിയിലാണ് ഈ മുതിർന്ന. നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ കോള് കട്ട് ചെയ്യുന്നത്. എന്തായാലും അഭിപ്രായപ്പെട്ട എല്ലാ പ്രേക്ഷകരും ഒരേപോലെ പറഞ്ഞു, ഇന്ന് ഈ കുട്ടികൾ മൊബൈലിൻ്റെ ലോകത്ത്, മയക്കുമരുന്നിൻ്റെ ലോകത്തിലേക്ക് എത്തപ്പെടുന്നതിൽ നിന്ന് കുട്ടികളെ സാമൂഹികമായി
കുടുംബപരമായും ഒക്കെ അവർ ഈ സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ്, കുടുംബത്തിൻ്റെ പ്രതിനിധികളാണ്. ആ കുടുംബ ബന്ധവും സാമൂഹ്യ ബന്ധവും ഒക്കെ ഊട്ടി വളർത്തി കുട്ടികൾക്ക് അവരുടെ എനർജി വിനിയോഗിക്കാൻ കഴിയുന്ന മറ്റ് സർഗാത്മക മേഖലകൾ തുറക്കാനും അത്തരത്തിലേക്ക് സമൂഹത്തെ മാറ്റിയെടുക്കാനും ഒക്കെ കഴിയണം. അല്ലാതെ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ടോ, കുട്ടികൾ അങ്ങനെ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായും ഈ സമൂഹത്തിന് തന്നെയാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തിന് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല. അവർ മയക്കുമരുന്ന് ഉപയോഗിച്ചാലും അവർ മൊബൈലിന് അഡിക്റ്റ് ആയാലും എല്ലാം അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ആ കുട്ടികൾക്കല്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. അതനുസരിച്ച് സമൂഹത്തിൽ ഒരു വലിയ തിരുത്തലിൻ്റെ സമയം കൂടിയാണ്. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളാവും ഈ തരത്തിൽ നഷ്ടപ്പെട്ടു പോവുക, ഒരു തലമുറയാവും നഷ്ടപ്പെട്ടു പോവുക. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയമായി.